ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നീലക്കുറിഞ്ഞി തപ്പി ഇവിടെ വന്നതാണ്. പക്ഷെ ഇവിടെ അല്ല കൂത്തതെന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ ഒന്നും നീലക്കുറിഞ്ഞിയൊന്നും കാണാനില്ല. അപ്പം നീലക്കുറിഞ്ഞി എവിടെയാണെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഞങ്ങളിപ്പം നിൽക്കുന്നത് നമ്മുടെ വെള്ളയാങ്കുടിയിലുള്ള 10-ാം മൈലിലാണ്. എൻ്റെ ഏതാണ്ട് ഇവിടെ ഡാമിലെ വെള്ളമൊക്കെ കിടക്കുന്ന ഇവിടെ നിന്നാൽ കാണാം. ഇവിടെ കാഴ്ചകളൊക്കെയാണ്, പക്ഷെ നീലക്കുറിഞ്ഞി മാത്രം കാണാൻ. നമ്മളിപ്പോൾ കാണുന്നതാണ് കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റ്. ഇവിടുത്തെ ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകളുമാണ് ഇവിടെ നിന്നാലും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡുകളിലെല്ലാം തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. ആ പാറയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കട്ടപ്പന ടൗണൊക്കെ കാണാം. പിന്നെ അടിപൊളി കാഴ്ചകളാണ്. മഞ്ഞൊക്കെ ഉള്ളപ്പം ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ പോയിൻറ്റും കൂടിയാണിത്. ഇതിൻ്റെ താഴെ, ഈ പാറയുടെ താഴേക്കൊക്കെ ഭയങ്കര കൊക്കയാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. മഴയൊക്കെ ഉള്ളപ്പം മൊത്തത്തിൽ തെന്നിപ്പറിഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം ഈ ഒരു വ്യൂ പോയിൻറ്റിൽ കൂടെയൊക്കെ നടന്നു പോകാൻ. പിന്നെ ഇവിടുത്തെ പ്രധാന ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളവും പിന്നെ പച്ച പരവതാനി വിരിച്ച മലനിരകളും ഒക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടെ 10-ാം മൈലിലാണ്, കട്ടപ്പനയുള്ള. സോ ഇവിടെ ചേർന്നൊരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ചകളും വ്യൂ ഒക്കെ അതിമനോഹരമാണ്. അവിടെ നോക്കിയാൽ നമുക്ക് ഇടുക്കി റിസർവർ ഡാമൊക്കെ കാണാം നമുക്ക്. അതുപോലെ തന്നെ ഹിൽ ടോപ്പ് മലകളുണ്ട്. താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷെ നമ്മൾ ആക്ച്വലി ഇവിടെ വന്നത് നീലക്കുറിഞ്ഞി പൂത്ത് കാണാനായിട്ടായിരുന്നു. പക്ഷെ ഇവിടെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം കുറച്ചങ്ങോട്ടൊന്ന് മാറി നോക്കാൻ ഞങ്ങൾ ഇവിടെ ഒന്ന് ഏകദേശം ഒന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഉൾപ്പെടുന്നതാണ്. ഞങ്ങൾ ആക്ച്വലി ഈ ഒരു ഭാഗത്താണ് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങൾ ആ ഒരു പ്രദേശത്തേക്ക് ഒന്ന് പോയി നോക്കാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കാം. പക്ഷെ ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്, പിന്നെ കാറ്റുമുണ്ട്. ആ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഇരുണ്ട് കിടക്കുവാണ്. ഭയങ്കര ഇരുണ്ട് കൂടി കാലാവസ്ഥയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ. സോ വളരെ നല്ല രസമാണ്. ഈ ഒരു ടൈമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ അടിപൊളിയാണ്. മേഘങ്ങൾ, ക്ലൗഡ്സ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം. ആ ഒരു പ്രദേശത്തെ ആ ഒരു പോർഷനിലുള്ള ക്ലൗഡ്സിനേക്കാൾ ഒത്തിരി ഡിഫറൻ്റ് ആണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്ന ക്ലൗഡ്സ്. കാരണം ഇവിടെ മേഘം കയറി മൊത്തം ഇരുണ്ട് മൂടിയ അവസ്ഥ കിടക്കുവാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക. വരേണ്ട വഴിയും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വന്ന് കാണാനൊക്കെ ആയിട്ട്. സോ വരിക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. ഇവിടെ ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു കയറി വരുന്നതായിട്ട് കാണാം. ഒരു രക്ഷയില്ല. മഴയൊക്കെ കൊണ്ട്, കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പനിയൊക്കെ പിടിപ്പിച്ചിട്ട് പോകാവുന്നതാണ്. മഴയുടെ കട്ടി കൂടിക്കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയറിയാം അവിടുത്തെ മഴ ഇങ്ങനെ കയറി വരുന്നത് കാറ്റിനനുസരിച്ച് കയറി വരികയാണ്. ആക്ച്വലി മഴയൊക്കെ കുറച്ച് നനയുന്നത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ പറയാം. പക്ഷെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് നേരം നിന്നിട്ട് വലുതായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോകാം. മഴ നനയാണോ? മഴ ഭയങ്കര മഴയാണ്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ മഴ കയറി വരുവാന്ന് തോന്നുന്നു. മഴ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അതൊക്കെയാണ് കട്ടപ്പന ഭാഗമൊക്കെയാണ്. അടിപൊളി. നല്ല തണുപ്പാണ്. പാറ നോക്ക്, പാറ കണ്ട പുകയൊക്കെ പൊക്കി പോകുന്നു. അറ്റപ്പുറത്ത് പോകാനായിരിക്കും മിക്കവാറും. അതുണ്ടോ? ഒന്നുമില്ല, അത് വെയിലടിച്ച് ഇത്ര നേരം കിടന്നിട്ട് മഴ പെയ്തപ്പോൾ ആവി പോകുക. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇപ്പം ആ തൊട്ട് മുമ്പിലായിട്ട് കുറേ പുക പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി സ്റ്റീമാണ്, നീരാവിയാണ്. നമുക്ക് അവിടെ പോയി കുറച്ച് നിൽക്കാം. പുക വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ? പുക വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ നിന്ന് എനിക്ക് കാലിലൊക്കെ നല്ല ചൂട്, മറ്റേ ഈ പുകയടിച്ചിട്ടുണ്ട്, നീരാവി വന്നിട്ട്. ഇപ്പം നല്ല മഴയാണ്. മുടിയൊക്കെ നോക്കി അറിയാം നിങ്ങൾക്ക്. മഴ നനഞ്ഞ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീവീടിൻ്റെ കരച്ചിൽ തുടങ്ങി. ഇനിയിപ്പോൾ രക്ഷയില്ല, നമുക്കൊന്നും പറയാൻ പോലും പറ്റുമല്ലോ. അതുപോലെ ചീവീടാണ്. സൈലന്റ് വാലി വല്ല പോകണമെന്ന് തോന്നി. ചീവീടിൻ്റെ കരച്ചിലൊക്കെ ഇല്ലാതെ കണങ്ങാണെങ്കിൽ
അപ്പൊ സത്യത്തിൽ ഈ കുറിഞ്ഞി പൂത്തത് എവിടെയാണ്? അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടോ മഴ? എങ്ങനെയുണ്ടോ മഴയത്ത് ഒരു എക്സ്പ്ലോറേഷൻ ആണോ? നമുക്ക് മല കയറാം. ഗൈസ്, മഴയത്ത് നമ്മൾ മല കയറാൻ പോവാണ് ഗൈസ്. അപ്പൊ ഡാമില് വെള്ളം കിടക്കുന്ന കണ്ടില്ലേ? നാരന്റെ ഒരു പരുവായി പോയി ഗൈസ്. ഇനിയിപ്പോ നനയാൻ ബാക്കിയൊന്നും ഇല്ല, എല്ലാം നനഞ്ഞു. മൊത്തം മഞ്ഞ് കേറി ഇങ്ങ് വരുവാണ്. മഞ്ഞ് നമ്മുടെ ദേഹത്ത് തട്ടിപ്പോന്ന് കാഴ്ച ഒരു പ്രത്യേക ഫീല്. നിങ്ങൾ ഇത് കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ? അത് വീശപ്പുലിമല. വീശപ്പുലിമല ആക്ച്വലി വീശപ്പുലിമലയല്ല, ഇത് 10-ാം മൈലാണ്, കട്ടപ്പന 10-ാം മൈലാണ്. പക്ഷെ നല്ല രസമാണ്, നല്ല വ്യൂ ഉണ്ട്, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം ഞാൻ വ്യൂസിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഒരു രക്ഷയില്ല. പോട്ടെ. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇന്ന് ഭയങ്കര മഞ്ഞാണ്, മഴയൊക്കെ കൊണ്ട് നിറഞ്ഞ് മടുത്ത് തണുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് ഇവിടുത്തെ ആ ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പുറം ആ മല ഉണ്ടായിരുന്നതൊന്നും കാണത്ത് പോലുമില്ല, അതുപോലെ മഞ്ഞായി. ആ മല എങ്ങാനും പോയായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നൊന്നും അറിയത്തില്ല. സോ നിങ്ങൾക്ക് ആ വ്യൂസൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദ വ്യൂ. അവിടെ മഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതന്നെ പെട്ടെന്ന് തന്നെ വന്ന്. പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല, മഞ്ഞ് കയറി വരിക. മഞ്ഞ് കയറി വരുവാണ്. ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് കാണാൻ. ഈ മേഘമൊക്കെ കയറി വരുന്നവരുണ്ട്. പാറയ്ക്കൊക്കെ നല്ല വഴുക്കലുണ്ട്. കാണുക, താഴെ മൊത്തം കോടയായിട്ടൊന്നും കാണത്തില്ല ഇരിക്കുകയാണ്. നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, മഴ വന്നു, മഞ്ഞ് വന്നു, അതെല്ലാം വന്നിട്ട് പോയിട്ട് ഇപ്പോൾ കാണാനായിട്ട് എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശൂന്യമായിട്ട് നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാം. എല്ലാം പോയി നോക്കി അറിയാം. അപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റേ ബട്ടൺ എന്തോ ചെയ്യണമല്ലോ, തല്ലി പൊട്ടിക്കുക.